വഖൂലു അല്ല വക്കാലു അവർ പറഞ്ഞു, കൂനു നിങ്ങളായിക്കോ ഹൂദൻ ഒന്നുകിൽ ജൂതന്മാരായിക്കോ, നസാറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിക്കോ, തഹത്തതു എങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. അപ്പോൾ ഒറ്റ ഇതല്ല പറഞ്ഞത്. ഔ ലി തഫ്സീൽ, ഇവിടുത്തെ ഔ എന്തിനു വേണ്ടിയാണ്? തഫ്സീലിന് വേണ്ടിയുള്ള. തഫ്സീലിന് വേണ്ടിയെന്ന് വെച്ചാൽ എന്താണ്, പാർട്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കും എങ്കിൽ നിങ്ങൾ ഹിദായത്ത് കിട്ടും, മറ്റൊരു വിഭാഗം പറഞ്ഞു നിങ്ങൾ ജൂതന്മാരായിരിക്കും എങ്കിൽ നിങ്ങൾ ഹിദായത്ത്. അല്ലാതെ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഏതെങ്കിലും ഒന്നായിരിക്കും, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ തഫ്സീലിന് വേണ്ടിയാണ്. അപ്പോൾ കാലിൽ അവലി ഒന്നാമത് പറഞ്ഞ ജൂതന്മാരായിക്കോ എന്ന് പറഞ്ഞത് ആരാണ്? യഹൂദുൽ മദീന, മദീനയിലെ ജൂതന്മാരാണ്. വസാനി രണ്ടാമത് ക്രിസ്ത്യാനികളായിക്കോ എന്ന് പറഞ്ഞത് നസാറ നജിറാൻ, നജിറാനിലെ ക്രിസ്ത്യാനികളാണ്. കൊല്ലഹു നബിയെ അങ്ങ് അവരോട് പറയുക, ബൽ നത്തബിയു മറിച്ച് ഞങ്ങൾ പിൻപറ്റുന്ന ആരെയാണ്? മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെയാണ്, ശരിയാണ് ഞങ്ങൾ പിൻപറ്റുന്ന. ഹനീഫ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ ഹനീഫ എന്ന നിലക്ക്, ചൊവ്വായ ഋജുമനസ്കനായ നിലക്ക്. ഋജുമനസ്കൻ എന്ന് വെച്ചാൽ ഹാലമിൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നുള്ള ഹാലാണ് ഹനീഫ എന്നുള്ളത്. ഋജുമനസ്കൻ എന്ന് വെച്ചാൽ മാ ഇലൻ അനിൽ അദിയാനി കുല്ലിഹ, മറ്റു എല്ലാ മതങ്ങളെയും തൊട്ട് തെറ്റ് ഏതിലേക്ക്? ഇലദ്ദീനിൽ കയ്യമായി ശരിയായി നിലനിൽക്കുന്ന മതമായ വിശുദ്ധ ഇസ്ലാമിലേക്ക് തെറ്റുക. ആ ഒരു നിലക്ക്, തെറ്റുന്ന നിലക്ക് എന്നാണ് അർത്ഥം. ഒമാക്കാനമിൽ മുശ്രിക്കീൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവരായിരുന്നില്ല. വഖൂലു നബിയെ അങ്ങ് പറയുക, ഖിതാബുൽ മുഅ്മിനീൻ, ഇവിടുത്തെ ഖിതാബ് ഇത് മുഅ്മിനീങ്ങളുടെ ഖിതാബാണ്. ഖുലു നിങ്ങൾ പറയുക, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, ഒമാ ഉൻസില ഇലൈനാ ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ടും, മിനൽ ഖുർആനി ഖുർആനിൽ നിന്നും, ഒമാ ഉൻസില ഇലാ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ടും, മിന സുഹഫിൽ അശ്ർ 10 ഏടുകളുണ്ടല്ലോ അതിനാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലേക്കും, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിലേക്കും, യാക്കൂബ് നബി അലൈഹി സ്വലാമിലേക്കും, വൽ അസ്ബാത്തി സന്താനങ്ങളിലേക്കും, ഔലാദിഹി എന്താണ് ഇവരുടെ സന്താനങ്ങൾ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങൾ, ഇസ്രായേൽ, ബനി ഇസ്രായേലിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടില്ലേ. അപ്പോൾ ഇബ്നു ഹദർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അസ്ബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവരും അല്ല, മറിച്ച് ഇസ്രായേലിലുള്ള പ്രവാചകന്മാരാണ് എന്നൊക്കെയാണ്. ഇനി എല്ലാവരും എന്താണ് ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ 12 പേരില്ല, അവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കീലുണ്ട്. അപ്പോൾ അവർ എന്താണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എന്താണ് കൊല്ലാനൊക്കെ നോക്കിയില്ലേ, അങ്ങനെ പ്രവാചകന്മാർ ആയിട്ട്. ഇതെല്ലാം ഈ ഇസ്രായേലിലുള്ള എല്ലാവരും എന്നല്ല, ഈ 12 മക്കളും ഈ വിഭാഗത്തിൽ പെടുന്നു, അസ്ബാത്തിൽ പെടും എന്നാണ് ഇബ്നു ഹദർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പെടൂലാന്നാണ് പ്രബലം. അപ്പോൾ പെടൂല എന്ന് പറയുന്ന പ്രകാരം അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊല്ലാനൊക്കെ അവർ പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ ഈ നബിമാരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തയാണല്ലോ എന്ന് ചോദ്യമുണ്ട്, അതിന് ഉത്തരമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് യൂസുഫ് സൂറത്തിലൊക്കെ വിശദമായിട്ട് വരുമെന്നാണ് തോന്നുന്നത്, ഇൻഷാ അല്ലാഹ്. എന്നാലും അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഒന്നുകൊണ്ട് ഊത്തിയ മൂസ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഒന്ന്, അതെന്തിനാൽ? തൗറാത്തിനാൽ, ഈസ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഒന്നിന്, അതെന്തിനാൽ? മിനൽ ഇഞ്ചീലിനാൽ, വമാ ഊത്തിയ നബിയുടെ നബിമാർക്ക് കിട്ടിയതിനൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മിൻ റബ്ബിഹിം റബ്ബിൽ നിന്നും, മിനൽ കുത്തുബി ഗ്രന്ഥങ്ങളാൽ, കിതാബുകളാൽ, വൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങളാൽ, ലാ നുഫരിഖു ഞങ്ങൾ വേർതിരിവ് കാണിക്കുകയില്ല, ബൈന അഹദിൻ മിൻഹും അവരിൽ നിന്ന് ഒരാൾക്കിടയിലും, ഒരു റസൂലിൻ്റെ ഇടയിൽ ഒരാളെ കൊണ്ട് വിശ്വസിക്കുക, മറ്റൊരാളെ കൊണ്ട് വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്തത്. ക്രിസ്ത്യാനികൾ എന്താണ് യേശു ക്രിസ്തു എന്താണ് അവരിപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയും, ഈസാ നബിയെ കൊണ്ട് മാത്രം വിശ്വസിച്ചു, യൂദന്മാർ മൂസാ നബിയെ കൊണ്ട് മാത്രം വിശ്വസിച്ചു. അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും കൊണ്ട് വിശ്വസിക്കും, നമ്മൾ ഫറക്കൊന്നും വെക്കൂല. അപ്പോൾ അത് കാരണത്താൽ ഞങ്ങൾ ചില എന്താണ് ആളുകളെ കൊണ്ട് വിശ്വസിക്കുക, വനക്ഫുറ ബിബാദ് ഏതോടുകൂടി ചില വിശ്വസിക്കുക, വനക്ഫുറ ബിബാദ് മറ്റൊരാളെ കൊണ്ട് അവിശ്വസിക്കുക. അങ്ങനെ ഒരു സംഗതി ഞങ്ങളിൽ നിന്നുണ്ടാവില്ല. ചിലരെ കൊണ്ട് വിശ്വസിക്കുക, ചിലരെ കൊണ്ട് വിശ്വസിക്കുക. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. കൽ യഹൂദി വൻ നസ്സാറ ജൂതന്മാരെ പോലെയും ക്രിസ്ത്യാനികളെ പോലെയും. വനഹ്നു ലഹു മുസ്ലിമൂൻ ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്താണ് മുഹ്സിനീങ്ങളാണ്. ലഹു മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, കീഴ്പ്പെട്ടവരാണ്. ഫൈൻ ആമനു അവർ വിശ്വസിച്ചാൽ, അയിൽ യഹൂദു വൻ നസാറ ജൂതന്മാരും ക്രിസ്ത്യാനികളും, ബിമിസിലി അവിടുത്തെ മിസിൽ എന്താണ്? സായിദയാണ്. അവിടുത്തെ മിസിൽ സായിദയാണ്. അത് ബിമിസിലി എന്ന് വെച്ചാൽ ബിമാ എന്ന് വെക്കാം. ബിമാ ഒന്നുകൊണ്ടെങ്ങാനും ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിച്ചാൽ, ആമന്തും ബിഹി നിങ്ങൾ ആ ഒന്നുകൊണ്ട് വിശ്വസിക്കുന്നു, അങ്ങനെയുള്ള ഒന്നുകൊണ്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൗ തീർച്ചയായും അവർ സന്മാർഗം പ്രാപിക്കും. അവിടെ മിസിൽ സായിദ എന്ന് പറയുന്ന വലിയൊരു ഫായിദുണ്ട്. അതായത് മിസിൽ സായിദ അല്ലാതെ ശരിക്കുള്ളതാണെങ്കിൽ എന്താ വരിക? അവിടെ അബിമിസ്ലിമ ആമന്തും ബിഹി നിങ്ങൾ വിശ്വസിച്ച ഒന്ന് പോലെയുള്ളത് കൊണ്ട് വിശ്വസിക്കുക. അപ്പം നിങ്ങൾ അള്ളാഹിനെ വിശ്വസിച്ച് അതുപോലെ വേറൊന്നിനും എന്താണ് അവർ വിശ്വസിച്ചാൽ അവർ രക്ഷപ്പെടും എന്നർത്ഥം അവിടെ വരും, അല്ലേ? നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച് അതിൻ്റെ മിസിൽ, അതുപോലത്തെ വേറെ എന്തെങ്കിലും ഒരു ദൈവത്തെ കൊണ്ട് അവർ വിശ്വസിച്ച് അവർ ജയിക്കും. അങ്ങനെയല്ലോ. അപ്പം മിസിലിനെ എന്താക്കുക? സായിദാക്കി വെക്കണം എന്നാണ്.
വഇൻ തവല്ലോ അവർ തിരിഞ്ഞു കളഞ്ഞാൽ അനിൽ ഈമാനി ബിഹി അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിനെ കൊണ്ട് തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ തൊട്ട് എന്താണ് തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നമാ ഹും ഫി ഷിഖാഖ് അവർ ഷിക്കാക്കിൽ മാത്രമാണ്. ഷിക്കാക്ക് എന്ന് വെച്ചാൽ ഖിലാഫി മാക്കും അവരോട് ഒപ്പമുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തന്നെയായിരിക്കും. അവർ പല സഭകളായിട്ട് പല അഭിപ്രായ വ്യത്യാസം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒന്നും ഇതില്ല. അവർ തന്നെ വലിയ നമ്മുടെ കയ്യിലുണ്ട് നിമിതങ്ങൾ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ ഈ ഈസാ നബി അലൈഹിസ്സലാം എന്താണ് ക്രൂശിക്കപ്പെട്ടോ ഇല്ലയോ അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അവരുടെ ഒപ്പമുള്ള തർക്കത്തിൽ തന്നെയായിരിക്കും അവരുണ്ടാവുക. ഫസയക്ഫീകഹുമുല്ലാഹ് നബിയെ ഫസയക്ഫീക അങ്ങേക്ക് പിന്നീട് മതിയാവുന്നതാണ് ഹും അവർക്ക് പകരം അള്ളാഹ് മതിയാവുന്നതാണ് യാ മുഹമ്മദ് ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഷിക്ക അവർക്ക് മതിയാവുന്ന വെച്ചാൽ ഷിക്കാക്കഹും അവരുടെ ഈ ഷിക്കാക്ക് ഉണ്ടല്ലോ, അവരുടെ ഈ പ്രയാസപ്പെടുത്തൽ, അതാണ് ഷിക്കാക്ക്. അല്ല ഇവിടെ ഫൈനമാ ഹും ഫി ഷിക്കാക്ക് എന്ന് വെച്ചാൽ ഫൈനമാ ഹും ഫി ഷിക്കാക്ക് എന്ന് വെച്ചാൽ നിങ്ങളോട് കൂടിയുള്ളതാണ്, നിങ്ങളോടൊപ്പമുള്ള ആ ഖിലാഫിലായിരിക്കും അവർ. അതായത് നിങ്ങളുമായിട്ട് വിരുദ്ധ ഇതിൽ തന്നെയായിരിക്കും, വിരുദ്ധ മുന്നണിയിലായിരിക്കും അവരുണ്ടാകുക എന്ന്. ഒരിക്കലും നിങ്ങളോട് അവർ യോജിക്കൂല എന്നുള്ളതിൽ. ഇനി അപ്പോൾ ഫസയക്ഫീകഹുമുല്ലാഹു യാ മുഹമ്മദ് ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേക്ക് പകരം അവർക്ക് പകരം അങ്ങേക്ക് അള്ളാഹ് മതി നബിയേ. അതായത് ഷിക്കാക്കഹും എന്ന് പറഞ്ഞാൽ അവരുടെ ആ വഴിപിഴവ് കാരണത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കൂലേ. ആ ഷിക്കാക്ക് ഒരു വേർതിരിഞ്ഞിട്ട് വേറൊരു ചേരിയായി നിൽക്കുക, അങ്ങനെ ചേരി തിരിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ബുദ്ധിമുട്ടിനെ തൊട്ടൊക്കെ അള്ളാഹ് മതി, അള്ളാഹ് എല്ലാം റെഡി ആയിക്കോളും നബിയെ. ഓഹോ സമീഉ അഖ്വാലിഹിം അവരുടെ പറച്ചിലുകളെയൊക്കെ അള്ളാഹ് കേൾക്കുന്നവനാണ്. അലീമു ബി അഹ്വാലിഹിം അവരുടെ അവസ്ഥകളെ പറ്റിയൊക്കെ നല്ലപോലെ അറിയാവുന്നവനാണ് അള്ളാഹ്. വഖദ് കഫാഹു ഇയാഹും തീർച്ചയായിട്ടും കഫാഹു നബിതങ്ങൾക്ക് മതിയായിട്ടുണ്ട് അല്ലാഹു തആല ഇയാഹും അവർക്ക് പകരം. അതായത് അവരുടെ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾക്കൊക്കെ എന്താണ് ഒരു നബിതങ്ങളോട് അള്ളാഹ് പറഞ്ഞു ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറഞ്ഞ പോലെ തന്നെ അള്ളാഹ് അങ്ങനെ ആയിട്ടുണ്ട്. അത് കഫാഹു നബിതങ്ങൾക്ക് അള്ളാഹ് മതിയായിട്ടുണ്ട് ഇയാഹും അവരെ തൊട്ട് അവരുടെ ഉപദ്രവത്തെ തൊട്ടൊക്കെ. എങ്ങനെയാണ് ബിഖത്തിൽ ഖുറൈല ബനു ഖുറൈലക്കാർ കൊല്ലപ്പെടൽ കൊണ്ട് അവരെ കൊല്ലപ്പെടാൻ നബിതങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നഫീ നദീർ ഗോത്ര രണ്ട് പ്രബല എന്നല്ല പ്രബല ഗോത്രങ്ങൾ ഔസും ഖസറജൊക്കെ ആയിരുന്നു. പിന്നെ അവരോട് കൂടെ നിന്നിരുന്ന ദുർബലരായ രണ്ട് ജൂത വിഭാഗങ്ങൾ അല്ലേ, ഖുറൈലയും നളീറും. അപ്പം നളീറുകാർ അവരെ നഫി എന്ന് വെച്ചാൽ നാട് കടത്തൽ കൊണ്ട്, പിന്നെ വർബിൽ ജിസിയത്ത് അലൈഹിം അവരുടെയൊക്കെ മേലെ എന്ത് ചെയ്യുക, ക്രിസ്ത്യാനികളുടെയും ഇവരുടെയും ഒക്കെ മേലെ എന്താണ് വർബുൽ ജിസിയ ഏർപ്പെടുത്തി. അങ്ങനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് രക്ഷപ്പെടുത്തി അല്ലേ. അതായത് അള്ളാഹ് അതിനൊക്കെ പര്യാപ്തമായി നിന്നു. സിബഖത്ത് അള്ളാഹുവിൻ്റെ നിറമാണ് ഞങ്ങൾക്കുള്ളത്. അള്ളാഹുവിൻ്റെ നിറം എന്ന് വെച്ചാൽ അള്ളാഹ് തന്ന നിറം, അള്ളാഹ് നമുക്ക് തന്ന ഒരു നിറമാണ്. അതായത് മസ്തർ മുഅക്കിദായ മസ്തറാണ്, തഅ്കീദ് ചെയ്യുന്ന മസ്തറാണ്. ആമന്ന എന്നുള്ള ഒരർത്ഥത്തെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ അതിനൊന്നും കൂടെ തഅ്കീദ് ചെയ്യുന്ന ഒരു സംഗതിയാണ് സിബഖത്തുള്ള എന്നുള്ളത്. അപ്പോൾ സിബഖത്തുള്ള എന്താണ്, ഒരു സംഗതിയുടെ മഫൂൽ മുത്തലക്കായിട്ട് വരും. അപ്പോൾ നസ്ബുഹു അതിന് നസ്ബ് ചെയ്തത് ബിഫീലിൻ മുഖദ്ദരി സങ്കല്പിക്കപ്പെടുന്ന ഒരു ഫീല് കൊണ്ടാണ്. അതായത് സബഖൻ അല്ലാഹു സിബ്ഗ എന്നാണ് വരിക. സബഖൻ അല്ലാഹു ഞങ്ങൾക്ക് നിറം നൽകിയിരിക്കുന്നു, അല്ലാഹു തആല സിബ്ഗ ഒരു നിറം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ വൽ മുറാദ് ബിഹ ഇവിടെ ആ നിറം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താണ്, ഇവിടെ ആ നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനുഹു അള്ളാഹുവിൻ്റെ മതമാണ്. അല്ലത് എങ്ങനെയുള്ള ഫതറന്നാസ അലൈഹി അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ആ മതത്തിന്മേൽ. അതായത് ജനങ്ങളുടെ പ്രകൃതി എന്താണ്, ആദ്യത്തെ ആ ഒരു പ്രകൃതി ഇസ്ലാമിനോട് അടങ്ങുന്ന തരത്തിലാണ്. ലുഹൂരി അസരിഹി അപ്പോൾ എന്തായാലും ലുഹൂരി അസരിഹി അതിൻ്റെ അസർ പ്രകടമാവുന്ന കാരണത്താൽ അലാ സാഹിബിഹി ആ വിശുദ്ധ മതത്തിൻ്റെ സാഹിബിൻ്റെ മേൽ. ഏതുപോലെ സിബ്ഗി ഫി സൗബി വസ്ത്രത്തിലുള്ള നിറം പോലെ. വസ്ത്രത്തിലെ നിറം എങ്ങനെയും പോവുക ഇല്ല. അതുപോലെ തന്നെ വലിയ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു ആയത്താണിത്. വസ്ത്രത്തിലെ നിറം അങ്ങനെ പോവില്ല. അതുപോലെ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവന് മരണവേളയിലൊന്നും അവന് ഈമാൻ പോവില്ല എന്നുള്ളതാണ് സംഗതി. അപൂർവമായിട്ട് പോകും, അപൂർവ ആളുകൾക്കാണ് അങ്ങനെ ഈമാൻ നഷ്ടപ്പെടുക. അള്ളാഹു നമ്മളുടെ ഈമാനൊക്കെ മരണം വരെ ഉറപ്പിച്ച് നിർത്തി തരട്ടെ.
അപ്പോൾ ഇവിടെ എന്താണ് വളരെ ആ ഒരു തസ്രീഹി ആയിട്ടുള്ള ഒരു അസ്ലി ആയിട്ടുള്ള ഒരു ഇസ്തിആറത്താണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. സിബഖത്തല്ലോ, അതിനോട് ഒരു വസ്ത്രത്തോട് നിറം ചേർക്കുന്ന ഒരു വസ്ത്രത്തോട് തഷ്ബീഹ് ചെയ്തിട്ടുള്ള ഒരു ഇസ്തിആറത്ത്. അപ്പം അതുപോലെ നമ്മുടെ ഈമാൻ അങ്ങനെയാണ്, അത് നമുക്ക് നിറഞ്ഞിട്ടാണ്. ഇത് ആ നിറം അങ്ങനെ പോകില്ല എന്ന്. അപ്പോൾ വമൻ ഐ ലാഹദ, വമൻ ആരാണുള്ളത്, ലാഹദ ഒരാളുമില്ല, അഹസനു മീനല്ലാ അള്ളാഹിനെക്കാളും നല്ലത്, സിബഗത്തൻ നിറത്താൽ. അപ്പം സബഗ് എന്ന് വെച്ചാൽ നിറം കൊടുക്കുക, സിബഗ എന്ന് വെച്ചാൽ ആ നിറത്തിൻ്റെ അസറാണ്, നിറം എന്ന സംഗതിയാണ് സിബഗ. സബഗ് എന്ന് വെച്ചാൽ നിറം കൊടുക്കുക. അപ്പോൾ അള്ള ചെയ്ത് കിട്ടിയ ആ ഒരു നിറത്തെക്കാൾ, അതായത് നിറത്തെക്കാൾ അല്ല നിറത്താൽ അള്ളാഹിനെക്കാളിലും നല്ല മികച്ച ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സിബഗ എന്ന് വെച്ചാൽ തമീസായിട്ട് വന്നിരിക്കുന്നതാണ്. അള്ളയേക്കാൾ അഹസന ആരെങ്കിലും ഉണ്ടോ? അതെന്തിനാൽ? സിബഖത്തൻ നിറത്താൽ. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. ഖാൽ യഹൂദു, ജൂതന്മാർ പറഞ്ഞു, മുസ്ലിമീങ്ങളോട്, ഞങ്ങൾ അഹ്ലുൽ കിതാബിൽ അവ്വൽ, ഞങ്ങൾ ആദ്യത്തെ വേദക്കാരാണ്. ക്രിസ്ത്യാനികൾ രണ്ടാമത്തെ ആണ്. ഞങ്ങൾ ആദ്യത്തെ ആളുകളാണ്. അപ്പോൾ ഖിബ്ലത്തുനാ, ഞങ്ങളുടെ ഖിബ്ലയാണ് ആദ്യത്തത്. വലം തകുനിൽ അമ്പിയാക്കന്മാരായി ഉണ്ടായിട്ടില്ല മിനൽ അറബികളിൽ നിന്നും, അറബികളിൽ നിന്ന് ഇതുവരെ അമ്പിയാക്കന്മാരുണ്ടായിട്ടില്ല. വലവ് ഖാന മുഹമ്മദ് എങ്ങാനും നബിയായിരുന്നെങ്കിൽ ലഖാന മിന്ന, അതെ ഞങ്ങളിൽ നിന്നായിരുന്നു വരേണ്ടിയിരുന്നത്, ഇപ്പം ഞങ്ങളിൽ നിന്നല്ല, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കൂല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഫനസല, അടുത്ത ആയത്തിറങ്ങി. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഖദമു വലം തകുനിൽ അംബിയാഉ മിനൽ അറബി വലൗ കാന മുഹമ്മദുൻ നബിയ്യൻ ലകാന മിന്ന. ജൂതന്മാർ പറഞ്ഞാണ്, ഞങ്ങളുടെ ഖിബിലയാണ് ആദ്യത്തെ ഖിബില, അമ്പ്യാക്കന്മാരാരും അറബികളിൽ നിന്നുണ്ടായിട്ടില്ല, മുഹമ്മദ് എങ്ങാനും നബിയായിരുന്നെങ്കിൽ ഞങ്ങളിൽ നിന്നായിരുന്നു വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഫനസല, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഏതാണ്? ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഖുൽ, നബിയെ അങ്ങ് പറയുക, ലഹും അവരോട്, അതുഹാജ്ജൂന നിങ്ങൾ തർക്കിക്കുകയാണോ, തഹാസമൂനന നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ, നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ, ഫില്ലാഹി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അനിസ്തഫ നബിയ, അഥവാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് വെച്ചാൽ അള്ളാഹു ഒരു നബിയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ, അനിസ്തഫ നബിയ, അവനൊരു നബിയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ, മിനൽ അറബികളിൽ നിന്നും നബി തിരഞ്ഞെടുക്കൂല എന്നാണ് നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുന്നത്. വഹുവ റബ്ബുന, കേട്ടോ, അവൻ ഞങ്ങളുടെ റബ്ബാണ്, വറബ്ബുക്കും നിങ്ങളുടെയും റബ്ബാണ്. അപ്പോൾ ഫലഹു, അവന് അവകാശമുണ്ട്, അയ്യസ്തഫിയ മിൻ ഇബാദിഹി മയ്യശാ, അയ്യസ്തഫിയ അവന് എന്തിന് അവകാശമുണ്ട്? അവൻ തിരഞ്ഞെടുക്കുന്നതിന് അവകാശമാണ്, മിൻ ഇബാദിഹി തൻ്റെ അടിമകളിൽ നിന്നും, മയ്യശാ അവൻ ഉദ്ദേശിച്ചവർ തന്നെ, വലന ഞങ്ങൾക്കുണ്ട്, അഅ്മാലുന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, തുജാസാ ബിഹ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ്, അല്ല എങ്ങനെയുള്ള പ്രവർത്തനങ്ങളെന്നല്ല, നുജാസാ ബിഹ ഞങ്ങൾക്ക് ആ പ്രവർത്തനം കൊണ്ട് എന്ത് കിട്ടും? ഞങ്ങൾ ആ പ്രതിഫലം ലഭിക്കപ്പെടുകയും ചെയ്യും. വലക്കും അഅ്മാലുക്കും നിങ്ങൾക്കുണ്ട് എന്ത് അമലുകൾ, തുജാസൗന ബിഹ നിങ്ങൾക്കും അതിന് പകരമായിട്ട് പ്രതിഫലം ലഭിക്കും. അപ്പം ഇതിൻ്റെ കൂടെ വരുന്ന പകരം പകർന്ന് വെച്ചാണ്. ഫല യബുഉദു, അപ്പം എന്തല്ല വിദൂരത്തല്ല, ഫല യബുഉദു വിദൂരത്തല്ല, അൻ യകൂന ഫീ അഅ്മാലിനാ മാ നസ്തഹിഖു ബിഹിൽ ഇക്റാം, അൻ യകൂന ഫീ അഅ്മാലിനാ ഞങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവൽ, മാ ഒന്ന്, നസ്തഹിഖു ഞങ്ങൾ അവകാശികളാകും, ബിഹി ആ ഒന്നുകൊണ്ട്, അൽ ഇക്റാമിന് ഞങ്ങൾ എന്താണ് ആദരവിന് അർഹരാകുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആദരവ് കിട്ടാൻ എന്താണ് കാരണമാകുന്ന ഒന്ന് ഞങ്ങളിൽ ഉണ്ടാവുക എന്ന സംഗതി ഒരിക്കലും വിദൂരത്തല്ല. അള്ളാഹ് നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെയും റബ്ബാണല്ലോ. വനഹ്നു ലഹു മുഖ്ലിസൂൻ, മാത്രമല്ല ഞങ്ങളോ ലഹു അള്ളാഹുവിന് അവന് മാത്രം എന്താണ് മുഖ്ലിസൂൻ ഞങ്ങൾ തനിപ്പിക്കുന്നവരാണ്, ദീനിനെ, അതായത് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ദീൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഞങ്ങളുടെ ദീനിനെ വെച്ചേക്കാണ്. അമലിന് പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹ്ക്കാണ്. ദൂനക്കും നിങ്ങളെ പോലല്ല, നിങ്ങളെ കൂടാതെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ എന്താണ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അള്ളാഹ് പറയുന്നതും പറയാത്തൊക്കെ ചെയ്യും, ഞങ്ങൾ അള്ളാഹ് പറയുന്നത് മാത്രം ചെയ്യും. അപ്പോൾ ഫനഹ്നു, അപ്പോൾ ഞങ്ങൾ ഔല ബിലിസ്തിഫാ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നതുകൊണ്ട് ഞങ്ങളാണ് കൂടുതൽ അർഹർ, ഏറ്റവും ബന്ധപ്പെട്ടത്. അതായത് നബിയെ ആയിട്ട് ഞങ്ങളിൽ നിന്നാണ് കൂടുതൽ അള്ളാഹ് തിരഞ്ഞെടുക്കാനുള്ള അതിനുള്ള ഒരു വെച്ചിട്ടുള്ള അതിനുള്ള ഇസ്തിഫായിനുള്ള ഔലവിയത്ത്, അല്ലേ, ഔലവിയത്ത് ഞങ്ങൾക്കാണുള്ളത്, ഔവലിയത്തല്ല ഔലവിയത്ത്. വല ഹംസത്തു, ഇവിടുത്തെ ഹംസ ഉണ്ടല്ലോ,
അതിൽ ഇൻകാറിന് വേണ്ടിയാണ്. അത് ഹാജൂനാണ്, നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ, തർക്കിക്കാൻ നിൽക്കണ്ടേ എന്നാണ്. വൽ ജമലു സലാ അല്ല വൽ ജുമലു സലാസ്, ഈ 3 ജുംലകളുണ്ടല്ലോ, ഏത് വലന അമാലന വലക്കും അമാലിക്കും വനഹ്നഹു മുഖ്ലിസൂൻ, ഈ 3 ജുംലകളും അഹ്വാലുൻ, ഹാലുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ ഉണ്ടായിരിക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ ഉണ്ടായിരിക്കെ, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി സർവ്വതും എന്താണ് നിഷ്കളങ്കമായിട്ട് സമർപ്പിച്ചവരായിരിക്കെ എന്നാണ് അർത്ഥം. ബല്ലാണ് കൊടുത്തിരിക്കുന്നത്. ബൽ അതഖൂലൂന, നിങ്ങൾ പറയുകയാണോ, അതോ നിങ്ങൾ പറയുകയാണോ, ബിത്താഇ വൽ യാഇ, നിങ്ങൾ പറയുകയാണോ അല്ലെങ്കിൽ അവർ പറയുകയാണോ, 2 ഖിറാഅത്തുണ്ട്. ഇന്ന ഇബ്രാഹിമ വ ഇസ്മാഈല, അത് തഖൂലു ആണല്ലോ, കാലയുടെ മുസ്തഖായത് കൊണ്ടാണ് ഇന്ന പറഞ്ഞു, എന്നെ പറയാതെ ഇന്ന പറഞ്ഞു. ഇന്ന ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത, ഇബ്രാഹിം ഇസ്മായിലും ഇസ്ഹാഖും യഅഖൂബും സന്താനങ്ങളും ഒക്കെ അലൈഹിമുസ്സലാം, കാനു ഹൂദൻ ഔ നസാറ, അവരൊക്കെ ഒന്നുകിൽ ജൂതന്മാരായിരുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു എന്നാ നിങ്ങൾ പറയുകയാണോ. കൊല്ലഹും, നബി അങ്ങ് അവരോട് പറയുക, അതായത് ക്രിസ്ത്യാനികൾ പറയും ക്രിസ്ത്യാനികളായിരുന്നു ഇവരൊക്കെ, ജൂതന്മാരോ ഇവരൊക്കെ ജൂതന്മാരായിരുന്നു. കൊൽ നബിയെ അങ്ങ് അവരോട് പറയണേ, അൻതും അഅലം, നിങ്ങളാണോ കൂടുതൽ അറിവുള്ള ആളുകൾ, അമില്ല, അതോ അള്ളാഹു ആണോ. അതായത് അള്ളാഹു അല്ല, അള്ളയാണ് കൂടുതൽ അറിവുള്ള ആള്. അള്ളയെ കൂടുതൽ അറിവ് അള്ളക്കൊള്ള, അള്ള നമുക്ക് നൽകിയിട്ടുള്ള നമുക്ക് പിന്നെ അറിവ് കിട്ടുന്നുള്ളൂ. വഖദ് ബരിഅ മിൻഹുമ, ആ 2 എണ്ണത്തിൽ നിന്നും മുക്തനായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജൂതനുമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്രിസ്ത്യാനിയുമല്ല. ബി കൗലിഹി, അവൻ ഒഴിവായിട്ടുണ്ട് ഈ 2 സംഘങ്ങളിൽ നിന്ന്. എന്ത് തെളിവായിട്ട്? ബി കൗലിഹി, അള്ളാഹുവിൻ്റെ കൗല് തെളിവായിട്ട്. മാ കാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്രാനിയ്യ, അത് സൂറത്ത് ആൽ ഇമ്രാനിലുള്ളതാണ്. നാക്കാന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല യഹൂദിയും വല നസ്രാനിയ, ജൂതനുമല്ല ക്രിസ്ത്യാനിയല്ല. അവിടെ തെളിവായില്ല. വൽ മദ്കൂറൂന മഅഹു തബഉൻ ലഹു, മൂസ അല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒപ്പം പറയപ്പെട്ട ആളുകൾ, ഇസ്ഹാഖ് മുതൽ തുടങ്ങി അസ്ബാത്ത് വരെ അവസാനിക്കുന്ന ആ പറയപ്പെട്ട ആളുകളൊക്കെയും തബഉൻ ലഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിന്തുടരുന്ന ആളുകളാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണോ അത് തന്നെയാണ് അവർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുസ്ലിമാണ്, അതുകൊണ്ട് ഇവരെല്ലാം മുസ്ലിമാണ്. അങ്ങനെ ഒമൻ, ആരെങ്കിലും ഉണ്ടോ, അല്ലമു കൂടുതൽ അക്രമിയായിട്ട്, മിമ്മൻ ഒരുത്തിനേക്കാൾ, കത്തമ എന്ന് വെച്ചാൽ അഹ്ഫന്നാസ്, ജനങ്ങളെ മറച്ചു വെച്ചു, ജനങ്ങളെ തൊട്ട് മറച്ചു വെച്ചു, ഷഹാദത്തൻ, എന്തിന്, സാക്ഷ്യത്വത്തിന്, ഇന്ദഹു തൻ്റെ അടുക്കലുള്ള ഷഹാദത്തിനെ മറച്ചു വെച്ചവനേക്കാൾ അക്രമകാരി ആരെങ്കിലും ഉണ്ടോന്ന്. ഏത് സാക്ഷ്യത്താണ്? കായിനത്തൻ, ഉള്ളതായ, മിനല്ലാ, അള്ളാഹുവിൽ നിന്നും ഉള്ളതായ ഒരു ഷഹാദത്തിന്, അള്ളാഹുവിൽ നിന്നും ഉണ്ടായ ഒരു ഷഹാദത്ത് തൻ്റെ അടുക്കലുണ്ടത്, ആ ഷഹാദത്തിന് മറച്ചു വെക്കുന്നവരത്തിനേക്കാൾ വലിയ അക്രമി ഉണ്ടോ? ഏതായാലും ഒരാളില്ല. അള്ളമിൻ, അവനേക്കാൾ വലിയ അക്രമിയായിട്ട് ഒരാളുമില്ല. ഫഹുമുൽ യഹൂദ്, അവർ യഹൂദികളാണ്, ജൂതന്മാരാണ്. ഖതമു, അവർ മറച്ചു വെച്ച് ഷഹാദത്ത് അല്ലാഹി ഫി തൗറാഹ്, അതായത് ഷഹാദത്ത് അല്ലാഹി ഫി തൗറാഹ്, തൗറാത്തിൽ അള്ളാഹു സാക്ഷിയായിട്ട് കൊണ്ടുവന്ന സംഗതി. ഇബ്രാഹിം ബിൽ ഹനഫിയത്തി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വേണ്ടി, ബിൽ ഹനഫിയത്തി, ഹനഫിയത്ത് കൊണ്ട്. ഹനഫിയത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഹനീഫായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അഥവാ മറ്റു അദിയാനുകളെയൊക്കെ തൊട്ട് തെറ്റി, സത്യമല്ലാത്ത അസത്യ മതങ്ങളെ തൊട്ട് മാറിയിട്ട് സത്യമതമായ വിശുദ്ധ ഇസ്ലാമിലേക്ക് ചെരിയുകയാണ് ഹനഫിയത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഹനഫിയത്ത് കൊണ്ടുള്ള ഒരു സാക്ഷിമൊഴി എവിടെയുണ്ട്? വിശുദ്ധ തൗറാത്തിലുണ്ട്. ആ തൗറാത്തിലുള്ള സാക്ഷിമൊഴി ആരിൽ നിന്നാണുള്ളത്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ ആരുടെ അടുക്കലുണ്ട്? ആ തൗറാത്ത് ആർക്കാണ് കിട്ടിയത്? ആ ജൂതന്മാരുടെ, അവരാണല്ലോ പറയാം ഞങ്ങളാണ് തൗറാത്തിൻ്റെ ആളുകൾ. അപ്പോൾ അവർക്ക് അറിയാൻ സംഗതി. അപ്പോൾ ഈ ഷഹാദത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഈ ഷഹാദത്ത് ഇവരുടെ അടുക്കൽ ഉണ്ടായിരിക്കും, ഇവർ അതിനെ മറച്ചു വെച്ചു. അതിനേക്കാൾ വലിയ അക്രമം, ജൂതന്മാരെക്കാൾ വലിയ അക്രമം ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന്. അല്ലാഹു അല്ല ബിഗാഫിലിൻ, അശ്രദ്ധവാനല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. തഹ്ദീദുല്ലു, അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, ഒരു പേടിപ്പിക്കലാണിത്. തിൽക ഉമ്മത്തുൻ, അത് ഒരു സമൂഹമാണ്, ഖദ് ഖലത് ലഹാ. ഇതിൻ്റെ തഫ്സീർ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ ആയത്ത് ഇതുപോലെ 2 ആയത്താണ്, മുത്തശാബിഹത്താണ്. അപ്പം ഇതിൻ്റെ തഫ്സീർ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് വിശദീകരിക്കുന്നില്ല. എന്താണ് തിൽക ഉമ്മത്തുൻ? ഈ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതൽ അസ്ബാത്ത് വരെ പറഞ്ഞില്ല, സന്താന പരമ്പരകൾ എന്ന് പറഞ്ഞ് അവരൊക്കെയും ഉമ്മത്തുൻ, ഒരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ്. ഖദ് ഖലത്, അവർ കഴിഞ്ഞു പോയി, ലഹാമാ കസബത്ത്, അവർക്കൊക്കെ അവർ പ്രവർത്തിച്ചത് എന്താണോ അവർക്കതുണ്ട്. വലക്കും കസബത്ത്, നിങ്ങൾ പ്രവർത്തിച്ചത് എന്താണോ അത് നിങ്ങൾക്കുമുണ്ട്. വലാ തുസ്അലൂന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ കാനൂ യഅമലൂൻ, അവർ എന്തൊന്നിനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒന്നിനെപ്പറ്റി നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടുകയില്ല. തഖദ്ദമ മിസ്ലുഹു, ഇതുപോലത്തെ ഒരു ആയത്ത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. സയഖൂലു